ആ സമരത്തിന്റെ മറ്റൊരു വേർഷൻ അല്ലേ ഒരേ പന്തിയിൽ രണ്ട് രീതിയിലുള്ള ചോറ് വിളമ്പുമ്പോൾ വളർമതി എന്ന ടീച്ചർ മരണം വരെ നിരാഹാരം ഇരിക്കും. എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോടാണ്. കൈക്കുഞ്ഞുങ്ങളുമായി അവർക്ക് അവിടെ വന്നിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ബാക്കി. ജന്തർ മന്ദറിൽ ചൂഷണം ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികളാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കേസ് സർക്കാർ ഓഫീസിന്റെ തിണ്ണ നിറങ്ങണം എന്ന് പറയുന്നത് LPST റാങ്ക് ഹോൾഡർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 26 ദിവസം. ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വളർമതി എന്ന ടീച്ചർ മരണം വരെ നിരാഹാരം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 2ാം ദിവസം. ഇനി അതിനും അപ്പുറം മറ്റൊരു സൈഡിൽ UPST റാങ്ക് ഹോൾഡർ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 3 ദിവസം. അവരെ കാണേണ്ട അധികാരികളും ഒരു വലിയ സിസ്റ്റവും അവർക്ക് നേരെ കണ്ണടയ്ക്കുമ്പോൾ ഒരു 2-3 കാര്യങ്ങൾ പറയാതെ വയ്യ. ഒന്നാമതായി പറയാനുള്ളത് ഈ സമരം വെളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 2 സമരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ജന്തർ മന്ദർ സമരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ചൂഷണം കൊണ്ടാണ് ആ സമരം ഉണ്ടായത്, അല്ലേ? കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് എക്സാം എഴുതി ആ എക്സാം ഏറ്റവും വൃത്തിയായി എഴുതിയതിനു ശേഷം അറിയുന്നു എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു, ഇനി ഒരു എക്സാമും കൂടെ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ഏറ്റവും നന്നായി പഠിച്ച വിദ്യാർത്ഥിക്കുണ്ടാവുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. ഇനി രണ്ടാമതൊരു എക്സാമിലേക്ക് പോകുമ്പോൾ അന്ന് പെർഫോം ചെയ്ത പോലെ ആ ദിവസം പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ സാഹചര്യം ആയിരിക്കത്തില്ല ആ വിദ്യാർത്ഥികൾക്ക്. അങ്ങനെ ഇതുപോലെയുള്ള കുറേ മാനസിക സംഘർഷങ്ങൾക്ക് അവസാനം ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടായപ്പോൾ ആ ചൂഷണത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്നു, ഒരു വലിയ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. സത്യത്തിൽ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ല ഇത്. ആ സിസ്റ്റത്തിനെതിരെയും ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഏറ്റവും വൃത്തിയായി നടക്കാനും നാളെ നമ്മളുടെ മക്കൾ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോഴും അവർക്ക് ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ സമരം ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ആ സമരത്തെ ഏറ്റവും നന്നായി അനുകൂലിച്ചത്. അതല്ലേ ആ സമരത്തിന്റെ മുഖ്യ കാരണം. ഇനി ആ സമരത്തിന്റെ മറ്റൊരു വേർഷൻ അല്ലേ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് ഒരുപാട് ഉറക്കമൊഴിച്ച് വർഷങ്ങളോളം പഠിച്ച് ഏറ്റവും വൃത്തിയായി പരീക്ഷ എഴുതി ഏറ്റവും നന്നായി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് അത് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ എത്തിയിട്ടു പല ജില്ലയിലും 1ാം റാങ്കുകാരന് പോലും ഇത്രയും കാലമായിട്ട് ജോലി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനായിരുന്നു ആ നോട്ടിഫിക്കേഷൻ? എന്തിനായിരുന്നു ആ പരീക്ഷ നടത്തിയത്? ആ കുട്ടികളെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്. ജന്തർ മന്ദറിൽ ചൂഷണം ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ്. സത്യമല്ലേ? ഇത്രയും നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടും ഒഴിവുകൾ കൃത്യമായും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ സർക്കാർ ഓഫീസിന്റെ തിണ്ണ നിറങ്ങണം എന്ന് പറയുന്നത് 100% ഈ സിസ്റ്റത്തിന്റെ ഫെയിലിയർ തന്നെയാണ്. നിങ്ങൾ ഡൽഹിയിൽ പോയല്ലോ, ഇവിടെ എന്താ വരാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നല്ലോ, എന്താ അവിടെ പോകാത്തത്? ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ഈ സമരത്തിന് വിവിധ മാനങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നത് ചൂഷണം ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയുമാണ്. ഈ സമരങ്ങളുടെ മൂല കാരണങ്ങൾ ഈ വാഗ്വാദങ്ങൾക്കിടയിൽ ഒരിക്കലും മുങ്ങിപ്പോകാൻ പാടില്ല. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾക്കും പഴിചാരലുകൾക്കും ഒക്കെ അപ്പുറം അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മറന്നുപോകരുത്. ഒരിക്കലും ഈ സമരം ഒരു പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ അതുപോലെ ഏതെങ്കിലും വ്യക്തികൾക്കോ എതിരെയുള്ളതല്ല, ഒരു സിസ്റ്റത്തിനെതിരെയുള്ളതാണ്. പിന്നെ ചിലർ പറയുന്നത് പോലെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത്. അതുപോലെ എയ്ഡഡ് മാനേജ്മെന്റിനെയോ അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്കെതിരെയോ ഉള്ളതല്ല അത്. ഒരേ പന്തിയിൽ 2 രീതിയിലുള്ള ചോറ് വിളമ്പുമ്പോൾ ചിലതൊക്കെ അറിയാതെ ചോദിച്ചു പോകുന്നതാണ്. അവരുടെ അവസ്ഥ കൊണ്ടാണ്. അവർക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അപ്പൊ ഇത്തരം വാഗ്വാദങ്ങൾക്കിടയിൽ നിങ്ങൾ ഈ സമരത്തിന്റെ മൂല കാരണം മറന്നു പോകരുത്. ചൂഷണം ചെയ്യപ്പെടുന്നവന്റെ മനസ്സ് കാണാതെ പോകരുത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് PSC മേഖലയിൽ ഇപ്പൊ പഠിക്കുന്നവരോടും പഠിപ്പിക്കുന്നവരോടുമാണ്. ഇത് കേവലം ഒരു LPSTയുടെയോ UPSTയുടെയോ പ്രശ്നമായി നിങ്ങൾ കാണരുത്. ആദ്യം LPST, പിന്നെ UPST. ദേവസ്വം ബോർഡിന്റെ കേസ് പാരലലായി നടക്കുന്നു. അതും നല്ലൊരു തുക രജിസ്ട്രേഷൻ ഫീസായി വാങ്ങിയ എക്സാം. അതുപോലെ തന്നെ കഴിഞ്ഞ LDCയുടെ റാങ്ക് ലിസ്റ്റും മെല്ലെ പോകുന്നു. ഇതൊക്കെ ശരിയാകണമെങ്കിൽ ഈ സിസ്റ്റം മാറണം, കുറച്ചുകൂടെ സുതാര്യമാകണം. അല്ലെങ്കിൽ നാളെ നിങ്ങളും ഇതേ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരും. എൻ്റെ എല്ലാ PSC ഉദ്യോഗാർത്ഥികളോടുമാണ്, നിങ്ങൾക്ക് ഇന്ന് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അത് മാക്സിമം നിങ്ങൾ ചെയ്യണം. സമരപ്പന്തലിൽ നിങ്ങൾക്ക് അവരെ പോയി കാണാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകണം. നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ആരിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുമോ തീർച്ചയായും നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളോടാണ്. കഴിഞ്ഞ 12 വർഷമായി PSC ഓഫ്ലൈൻ ഓൺലൈൻ മേഖലയിൽ അവരെ പഠിപ്പിക്കുന്ന, അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു സമയമാണ് അവർക്ക് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്.
ഉദ്യോഗാർത്ഥികളെ ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട സമയവും ഇതാണ്. സാർ, എൻ്റെ റാങ്ക് ഇതാണ്, എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എത്ര റാങ്കിനുള്ളിൽ വന്നാൽ ഇനിയത്തെ കാലത്ത് ജോലി കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ നിഷ്കളങ്കമായ കുറേ ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്ന് കുത്തുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾക്ക് അവരെ സമരപ്പന്തലിൽ ചെന്ന് കാണാൻ കഴിയുമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പോകണം. ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ അവരുടെ എന്ത് ആവശ്യങ്ങൾക്കും അവരോടൊപ്പം ഉണ്ട് എപ്പോഴും. ഇനിയും ഒരുപാട് അധ്യാപകർ ഓഫ്ലൈൻ ഓൺലൈൻ മേഖലകളിലുണ്ട്. നിങ്ങളും തീർച്ചയായും വരണം, അവിടെ അവരെ ചെന്ന് കാണണം. കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് നിങ്ങൾ തീർച്ചയായും കൊടുക്കണം. അവരെ ഒരു ജോലിയിൽ എത്തിക്കുമ്പോഴേ നമ്മുടെ ഉത്തരവാദിത്വം കഴിയൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, LPST UPST റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് വളർമതി എന്ന ടീച്ചർ കഴിഞ്ഞ 2 ദിവസമായി മരണം വരെ നിരാഹാരം ഇരിക്കുന്നത്. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞ് സ്വന്തം കുടുംബത്തെ ഒക്കെ ഉപേക്ഷിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിക്കുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി അവർക്ക് അവിടെ വന്നിരിക്കാമെങ്കിൽ 3ാം റാങ്ക് നേടിയ കുട്ടി കേരളത്തിന്റെ അങ്ങേയറ്റം കാസർഗോഡ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വരണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പൊ ഈ നടക്കുന്ന സമരങ്ങൾ അധിക നാൾ നീളാതെ ഏറ്റവും വേഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കണ്ണ് തുറക്കേണ്ടവരുടെ കണ്ണ് തുറക്കട്ടെ, അവരെ കാണട്ടെ, ഈ സിസ്റ്റം നന്നാവട്ടെ, കാര്യങ്ങൾ സുതാര്യമാകട്ടെ. അവർക്കൊപ്പമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സമരങ്ങൾക്ക് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.